ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ ഇന്നിവിടെ അഫ്ഗാനി ചിക്കൻ ആട്ടോ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു 900 ഗ്രാം ഒരു 900 ഗ്രാമിന് അടുത്ത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അതവിടുന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയിലയും അതിൻ്റെ ഒരു നേർപകുതി പുതിനയിലയും കൂടി എടുക്കുക. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതൊരു 3-4 പീസാക്കിയിട്ട് ഇടുക. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ, അതും കൂടെ എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കാഷ്നട്ടും കുറച്ച് ബദാമും എടുക്കുന്നുണ്ട്. കാഷ്നട്ട് മാത്രം ഉള്ളതെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ആ ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഇത്തിരി വെള്ളവും കൂടെ എടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് അവിടെ മാറ്റി വെക്കുക. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് അധികം പുളിയൊന്നുമില്ലാത്ത ഒരു തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചിക്കൻ എടുക്കുന്നതിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തൈര് എടുക്കുക കേട്ടോ. കൂടുതൽ പുളി ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നമ്മുടെ പുതിനയിലയും ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഈ ഒരു ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് അതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അതിലേക്ക് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. സൺഫ്ലവർ ഓയിലോ അല്ല ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ, കൂടുതലായിട്ട് ബട്ടർ ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിപ്പം ഗ്രേവി നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ചൂടായി വരുമ്പം ഗ്രേവി ഇങ്ങനെ വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഗ്രേവിയൊക്കെ കുറച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 80% ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പിന്നീട് അതിൻ്റെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി അതിൽ നിന്ന് കുക്കായിക്കോളും. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 2 വശത്തും ഒരു നേരിയ ബ്രൗൺ കളറാവുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ബേ ലീഫ്, കറയാമ്പ്, പട്ട, 2-3 ഏലക്ക അതും കൂടി എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നേരെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് പൊടിച്ചതിന് ശേഷം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കറികളൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അത്ര കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പം ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ കറിയൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്.
അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണേ.